Dame un grr. Un qué? Un grr. Un qué? Un qué? Un grr. Un qué? Un grr. Un qué? നമസ്കാരം. JK's വെജ് ഭവന്റെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്ര നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ബാർദുബായ് അമ്പലത്തിനടുത്തുള്ള സഫ്രോൺ ലൈൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷണിച്ചത് തന്നെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം ഉണ്ട് അവിടെ. അതിനുമുപരി ഒരു 60ഓളം പേർക്ക് ഇരുന്ന് ഡൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു 70 പേർക്ക് സുഖമായിട്ട് വല്ല ബർത്ത്ഡേ പാർട്ടിയോ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ നടത്താവുന്ന സെറ്റപ്പും ഇവർ ചെയ്തു തരും. അതിന് അവർ ഫുൾ സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് എടുത്തു പറയപ്പെടേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇവിടെ വിളമ്പുന്ന എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാ റെസ്റ്റോറൻറ്റിലും അങ്ങനെയല്ലേ എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു ഐസ്ക്രീം ആണെങ്കിൽ ഈ ഐസ്ക്രീം ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. ഒരു സ്വീറ്റ് ആണെങ്കിൽ അതും ഇവിടെ തന്നെ ഉണ്ടാക്കണം. എന്ത് സാധനമാണെങ്കിലും, ഈവൻ ഒരു പനീർ ആണെങ്കിൽ പോലും അത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആദ്യം കുടിച്ചത് ഒരു മാംഗോ ഫ്ലേവറുള്ള ഒരു ജ്യൂസ് ആയിരുന്നു. ഇവരുടെ മെനുവിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്ത് ഫ്രൈഡ് സ്പൈസി മോമോ ആയിരുന്നു. ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. പൊതുവേ നമ്മൾ മോമോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഞങ്ങൾ, എസ്പെഷ്യലി വെജ് ആയതുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പനീർ ഫീൽഡ് ആയിരുന്നു. ഈ പനീർ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു പനീറാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് അത് കഴിച്ചത്. അതിൻ്റെ കളറും ഒരു ഷേപ്പൊക്കെ വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു. മോമോൻ്റെ ആ പനീരും ആ മിൻറ്റ് ചട്നിയും കൂടി ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എടുത്ത് പറയേണ്ട ഒരു ടേസ്റ്റ് തന്നെയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ബേൽപൂരി ട്രൈ ചെയ്തു. ബേൽപൂരിയും അവർ ആ സ്പൈസസ് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരിയും വളരെ നൈസായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ. പാനിപ്പൂരിയുടെ ഒപ്പം വന്നിട്ടുള്ള ഇംലി വാട്ടറും അതിൻ്റെ പാനിപ്പൂരിയുടെ മറ്റ് മിൻറ്റ് വാട്ടറും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. അത് കൊണ്ടുപോകാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഗ്ലാസിൻ്റെ മുകളിൽ തന്നെ അവർ വെച്ച് ഫില്ല് ചെയ്തിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട അവൾ ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം നേരത്തെ പറഞ്ഞാൽ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൽ നമ്മൾ 2-3 ടൈപ്പ് ഓഫ് ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടുണ്ടായി. അതിൽ എടുത്ത് പറയേണ്ടതാണ് ബബിൾക്കം ഐസ്ക്രീം. ഈ ബബിൾക്കം ഐസ്ക്രീം ഉണ്ടല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ബബിൾക്കം കഴിച്ചിട്ടുള്ള ഓർമ്മയുണ്ട്. അതേ സെയിം ടേസ്റ്റ്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ബബിൾക്കം ഐസ്ക്രീം. ഞങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ കഴിച്ചു. നിങ്ങൾ പോയിട്ട് ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ ഓർഡർ ചെയ്യേണ്ടത് ഈ ബബിൾക്കം ഐസ്ക്രീമാണ്. പിന്നെ ഇവിടെ തന്നെ പ്രിപ്പറേഷനായിട്ടുള്ള ഒരു ചിക്കു ഐസ്ക്രീം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. എന്തായാലും ഇവരുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണിത്.